മൂന്നാർ എന്നും ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് മൂന്നാറിൽ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ അത്രയ്ക്ക് സന്തോഷവുമായത്. പിന്നെ സർവീസിൽ കയറിയ ശേഷം ഒരുപാട് യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ജോലിയുടെ ഭാഗമായി തന്നെ ഒരുപാടുണ്ട്. ഇവിടെ ഈ ആനമല കയറി, ഇവിടെയുള്ള ആനമല, ചക്രമുടി, മീശപ്പുലിമല, അങ്ങനത്തെ ട്രക്കിങ് നമ്മളെ കുറച്ച് നിർബന്ധിച്ചിട്ടായാലും നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു വിനോദമായി മാറും. അപ്പോൾ ട്രക്കിങ് നല്ലൊരു ആക്ടിവിറ്റിയുമാണ്, ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. വേറെ മറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ട്രക്കിങ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഈ പീക്കുകളെല്ലാം കയറാൻ സാധിച്ചു. പിന്നെ മൂന്നാറിൽ ഈ സ്ഥിരം ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു വിഷമമുണ്ട്. അതിന് ഒരു പ്രാവശ്യം ഇനി വീണ്ടും തിരിച്ചു വരേണ്ടി വരും. ഇരവികുളം നാഷണൽ പാർക്ക്, എടമലക്കുടി, അതൊക്കെ ഒരു എടമലക്കുടിയൊക്കെ കാണാൻ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർ കിട്ടുന്നൊരു ഭാഗ്യമാണ്. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ വീണ്ടും പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. വട്ടവട, മറ്റേ അഞ്ചുനാടിലെ മറ്റ് ഗ്രാമങ്ങൾ. ബുള്ളറ്റ് എപ്പോഴും ഹെൽമെറ്റ് വെക്കാതെ ഹെൽമെറ്റ് വെച്ചൊക്കെ ബുള്ളറ്റ് വരുന്നുണ്ട്. ബുള്ളറ്റ് പ്രേമം ഏതൊരു യുവാവിനും ഉണ്ടാവുമല്ലോ ബുള്ളറ്റ്. അപ്പോൾ എനിക്കും നമ്മളെല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സുഹൃത്തിലൂടെയാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ബുള്ളറ്റ് കിട്ടിയത്. ഞാൻ സർവീസിൽ ട്രെയിനിങ്ങിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതേപോലൊരു ഞാനന്ന് ബുള്ളറ്റ് ഒരെണ്ണം വാങ്ങിക്കണം എന്ന ആഗ്രഹത്തിൽ നടക്കുകയായിരുന്നു. അപ്പോൾ ഇതേപോലൊരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് വന്നിട്ടുണ്ട് എറണാകുളത്ത്. എന്ത് ചെയ്യണം, എടുത്താൽ നല്ലതായിരുന്നു. കാരണം വലിയ പ്രശ്നമില്ല, അധികം പഴയ വണ്ടിയോ അല്ല, അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ദിവസം വിളിക്കുകയാണ് മസൂരിയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് വന്നിട്ട് എടുക്കാൻ പറ്റില്ല, നീ അങ്ങ് മേടിച്ചോ, വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് എനിക്ക് വേണ്ടി ആ വണ്ടി വാങ്ങിക്കുന്നത്. ഇവിടെ പുള്ളി ഒരു ഭയങ്കരമായ ഒരു ബുള്ളറ്റ് പ്രേമിയും നല്ലൊരു റൈഡറുമാണ്. ഇപ്പോൾ ഇല്ല, ദുബായിലാണ് ആൾ. അപ്പോൾ അദ്ദേഹമാണ് ഒരു പക്ഷേ ഒരു വലിയ ഇൻസ്പിറേഷൻ. ദീപക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ഈ ബുള്ളറ്റ് ആക്ച്വലി എൻ്റെ കയ്യിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ വന്ന ശേഷം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും. ഏറ്റവും വലിയ യാത്ര നടത്തിയേക്കുന്നത് ഈ ബുള്ളറ്റിൽ അധികം ദൂരം പോയിട്ടില്ല. ഇതൊരു പഴയ ബുള്ളറ്റ് ആയതുകൊണ്ടും പിന്നെ ബുള്ളറ്റിനോട് എനിക്ക് അത്ര ഒരു അടുപ്പം, ഒരു കാലക്രമേണ വരുന്ന ഒരു അടുപ്പമല്ലേ. ഞാൻ അധികം അന്ന് റൈഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അധികം പോയിട്ടില്ല. ലഡാക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഡാക്കിൽ ഞങ്ങളൊരു 7 ദിവസം റൈഡ് ചെയ്തിരുന്നു. അത് പുതിയ ബുള്ളറ്റിലാണ്, അവിടെ നിന്ന് റെന്റ് ചെയ്ത ബുള്ളറ്റിലാണ്. അപ്പോൾ അതാണ് ഏറ്റവും അടുപ്പിച്ച് ഏറ്റവും കൂടുതൽ 7 ദിവസം ഒരു 1700 കിലോമീറ്റർ. അതും നല്ല ടഫ് ബൈക്കർ ടെറൈനാണ്. വേറെ ഒരു വണ്ടിക്കും കീഴ്പ്പെടുത്താനാവാത്തൊരു ടെറൈനാണ്. ബുള്ളറ്റാണ് അവിടെ കിങ്. നമ്മൾ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ബുള്ളറ്റാണ് പോകുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഈ സർവീസിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച LTC വെച്ചിട്ടാണ് പോയത് തന്നെ. അപ്പോൾ അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ സെൻഡ് ഓഫിന് അടൂരിൽ നിന്നും ഒരു ബൈക്ക് റൈഡ് മൂന്നാർ ദേവികുളം വരെ വരുന്നു, എൻ്റെ കൂടെ ഒരു ചായ കുടിക്കുന്നു. ഇതാണ് അതിൻ്റെ മിഷൻ തന്നെ. എനിക്കൊരു ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് ഒരു 20ഓളം റൈഡേഴ്സ്, 9 ബുള്ളറ്റും ഒരു CBR-ഉം കൊണ്ട് ഇന്നലെ അതിരാവിലെ ക്രിസോസ്റ്റം തിരുമേനിയാണ് അവരെ അനുഗ്രഹിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ടത്. അവിടെ നിന്നും ബൈക്ക് റൈഡ് ചെയ്ത് ദേവികുളത്ത് വരുന്നു, എന്നെ കാണുന്നു, കുറേ ഫോട്ടോസ് എടുക്കുന്നു, പോകുന്നു. അപ്പോൾ ഇതൊന്നും ഒരു കാലത്തും നമുക്ക് സ്വപ്നം കാണുന്നതിലപ്പുറം കിട്ടുന്ന ഒരു സ്നേഹവും അംഗീകാരവുമാണ്.